എറണാകുളം ആലുവ റെയിൽവേക്ക് മുകളിലൂടെയുള്ള മേൽപ്പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചുപൂട്ടിയിട്ട് മാസങ്ങൾ. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള റെയിൽവേ പാലം ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ആശ്രയമായിരുന്നു. പാലം അടച്ചുപൂട്ടിയതോടെ നഗരത്തിലെത്തുന്ന യാത്രക്കാർ വലയുകയാണ്. KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ടുമുന്നിലുള്ള പാലം ഏറ്റവും അധികം ഉപകാരമായിരുന്നത് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്കായിരുന്നു. നഗരത്തിൽ റെയിൽവേ പാളത്തിന്റെ ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കാനുള്ള എളുപ്പമാർഗമായ റെയിൽവേ പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചുപൂട്ടിയിട്ട് 5 മാസം പിന്നിടുന്നു. യാത്രാമാർഗം അടഞ്ഞതോടെ നാട്ടുകാർ ഏറെ ദുരിതത്തിലാണ്. കഴിഞ്ഞ നവംബർ 7-നാണ് പാലം മുന്നറിയിപ്പില്ലാതെ റെയിൽവേ അടച്ചുപൂട്ടിയത്. പാലം അടച്ചുപൂട്ടിയതിന് പിന്നാലെ രാഷ്ട്രീയ പാർട്ടികളും വിവിധ യുവജന സംഘടനകളും രംഗത്ത് വന്നിരുന്നു. പ്രതിഷേധങ്ങൾ പലത് അരങ്ങേറിയെങ്കിലും കണ്ണു തുറക്കാൻ റെയിൽവേ തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പിന്നെ പാലം അടച്ചതുകൊണ്ട് എല്ലാവർക്കും വളരെ ദോഷമായ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. കാര്യം വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ അപ്പുറത്തൊരു നല്ലൊരു ഹോസ്പിറ്റലുണ്ട്, അങ്ങാടി ഈ വയസ്സായുള്ളവരും മറ്റുള്ളവരൊക്കെ കടന്നു പോകുന്ന ഈ പാലത്തിൽ കൂടി തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ജനങ്ങൾ പലവട്ടം റെയിൽവേക്ക് എല്ലാവരും പോയി പറയുകയും അവർക്ക് അപേക്ഷ കൊടുക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ മെയിൻ്റനൻസ് ആണ് പറഞ്ഞത്. ഒരു മെയിൻ്റനൻസും ഇല്ല. പിന്നെ അതിലുപരി തന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ പാലത്തിൽ കൂടി ഒരു മനുഷ്യന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റില്ല. മറ്റേ മദ്യമാഫികളായിരുന്നാലും മയക്കുമരുന്ന് മാഫികൾ എല്ലാം തമ്പടിക്കുന്നത് ഈ പാലത്തിലാണ്. KSRTC ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, മിനി സിവിൽ സ്റ്റേഷൻ, മുനിസിപ്പൽ ലൈബ്രറി, 2 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ, മാർക്കറ്റ് എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ 4 പതിറ്റാണ്ട് മുൻപ് വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് റെയിൽവേ നിർമ്മിച്ച ഇരുമ്പ് പാലമാണിത്. നിർമ്മാണത്തിന് ശേഷം മറ്റ് അറ്റകുറ്റപ്പണികളൊന്നും നടന്നിട്ടില്ല. ഇതുമൂലം പാലം അപകടാവസ്ഥയിലായി. പാലം പണിതത് തങ്ങളാണെങ്കിലും അറ്റകുറ്റപ്പണി നടത്തേണ്ടത് നഗരസഭയാണെന്നാണ് റെയിൽവേയുടെ നിലപാട്. എന്നാൽ റെയിൽവേയുടെ സ്ഥലത്തും ഉടമസ്ഥതയിലുമുള്ള പാലം അറ്റകുറ്റപ്പണി നടത്താൻ നിയമപരമായി തങ്ങൾക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് നഗരസഭ കൈയൊഴിഞ്ഞു. വിഷയം പാർലമെന്റിൽ ബെന്നി ബെഹനാൻ MP-യും അൻവർ സാദത്ത് MLA നിയമസഭയിലും ഉന്നയിച്ചെങ്കിലും പാലത്തിന്റെ പൂട്ട് ഇതുവരെ നീങ്ങിയിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.